ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒട്ടുമിക്ക ആൾക്കാരെയും അനിമി വേൾഡിലേക്ക് എത്തിച്ച ഒരു മൂവി. രണ്ട് ഹൈസ്കൂൾ സ്റ്റുഡൻസ് അവർ പോലും അറിയാതെ അവരുടെ ബോഡി സ്വിച്ച് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു മൂവിയാണ് യുവർ നെയിം. സോ നമുക്കിനി മൂവിയിലേക്ക് പോകാം. ചില രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിട്ടാവും കരയുന്നത്. പക്ഷെ ആ സ്വപ്നം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലൊരു തോന്നൽ. എന്തിനെയോ ആരെയോ ഞാൻ അന്വേഷിക്കുന്നത് പോലെ തോന്നുന്നു. ആ വാൽനക്ഷത്രം വന്ന് പതിച്ച അന്ന് തൊട്ടാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന ഒരു പെൺകുട്ടി. അവളൊരു സ്വപ്നം കണ്ടിട്ടാണ് എണീക്കുന്നത് തന്നെ. അവൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുപോലെ ചുറ്റും ഒന്ന് നോക്കുന്നു. ഇതാണ് നമ്മുടെ ഹീറോയിൻ മിത്സുഹ. ചേച്ചി, നീ ഇവിടെ എന്ത് ചെയ്യാ? ചേച്ചിയോ? ഞാനോ? നീ ഇപ്പോഴും ഉറങ്ങാണോ? ഒന്ന് വരുമോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായി. മിത്സുഹ എഴുന്നേറ്റ് കണ്ണാടിയിൽ പോയി നോക്കുന്നു. അവൾ ആകെ പടം ഞെട്ടിപ്പോവാ. എന്നിട്ട് അവിടെ കിടന്ന് അലറി വിളിക്കുവാണ്. പിന്നീട് നമ്മുടെ മിൻസുഹ റെഡിയായി ക്ലാസ്സിലേക്ക് പോകാൻ ഇറങ്ങുന്നു. നിന്റെ തലയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലേ അപ്പോൾ? നീ പഴയ പോലെ തന്നെ ആയോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. എന്തൊക്കെയാ ചേച്ചി നീ ഇന്നലെ കാണിച്ചു കൂട്ടിയേ? ഇതൊക്കെ കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാതിരിക്കുകയാണോ മിൻസുഹ. ഞാനോ? ഞാൻ എന്താ ചെയ്തേ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? എന്തേലും ആവട്ടെ എന്ന് കരുതി അവളെ TV വയ്ക്കുന്നു. കോമറ്റ് ഭൂമിയുടെ അടുത്തെത്താറായിരിക്കുന്നു. 1200 വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഈ കാഴ്ച ഇത്തവണ ജനങ്ങൾക്ക് അവരുടെ സാധാരണ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ കഴിയും. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് കാണാൻ സാധിക്കുമെന്ന് ന്യൂസ് റിപ്പോർട്ടർ TV പറയുന്നു. പിന്നീട് അവളും അവളുടെ അനിയത്തിയും ക്ലാസ്സിലേക്ക് പോകാൻ ഇറങ്ങുന്നു. മിൻസുഹ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുന്നു. ഇന്ന് നിന്റെ മുടിയൊക്കെ നന്നായിട്ടുണ്ടല്ലോ. എന്താടി, നിന്റെ മുത്തശ്ശി നിന്റെ ബാധയൊക്കെ ഒഴിപ്പിച്ചോ? മിൻസുഹ, നീ ഇന്നലെ ശരിക്കും വിയേർഡായിട്ടാ പെരുമാറിയിരുന്നേ കേട്ടോ. ചിലപ്പോൾ അവൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും അല്ലേ മിൻസുഹ? നിങ്ങൾ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കപ്പോൾ ഇന്നലെ നടന്ന ഒന്നും ഓർമ്മയില്ലേ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ അവിടുത്തെ മേയർ എന്തൊക്കെയോ അനൗൺസ് ചെയ്യാണ്. ഈ മേയറാണ് നമ്മുടെ മിൻസുഹയുടെ അച്ഛൻ. മിൻസുഹയോട് നേരെ നടക്കാനായിട്ട് പറയാണ് അവളുടെ അച്ഛൻ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് അവൾക്കങ്ങ് ഒരുമാതിരിയായി പോവാണ്. ഇത് കണ്ടിട്ട് അവിടെ നിന്ന കുറച്ച് പിള്ളേർ, അതായത് ഇവളുടെ സ്കൂളിലുള്ള കുറച്ച് പിള്ളേർ ഇവളങ്ങ് കളിയാക്കുവാണ്. പിന്നീട് അവൾ ക്ലാസ്സിൽ ചെന്ന് ബുക്ക് തുറക്കുന്നു. അപ്പോൾ അതിൽ ഹു ആർ യു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ ആരാ എൻ്റെ ബുക്കിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്? അവൾ അത് ആരാണ് എഴുതിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലെ ടീച്ചറെ വിളിച്ചിട്ട് മിൻസുഹയോട് എഴുന്നേറ്റ് വായിക്കാൻ പറയും. അവൾ ചാടി എഴുന്നേൽക്കുമ്പോൾ, അപ്പോൾ ഇന്ന് നിനക്ക് നിന്റെ പേര് ഓർമ്മയുണ്ടല്ലേ എന്ന് ടീച്ചർ ചോദിക്കും. അത് കേട്ട് ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും ഇരുന്ന് ചിരിക്കാനും തുടങ്ങും. ഇവരൊക്കെ എന്തായി പറയുന്നേ? ഞാൻ എൻ്റെ പേര് മറക്കേ? എന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നേ എന്ന് കിളിയും കുരുവിയും എല്ലാം പറന്നു പോയി നിൽക്കുകയാണ് നമ്മുടെ മിൻസുഹ. പിന്നീട് അവളുടെ ഫ്രണ്ട് ടിസിയും സയാച്ചിനും കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് നടന്നതെന്നും അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മിൻസുഹ, നിനക്ക് നിന്റെ സീറ്റ് ഏതാന്ന് പോലും അറിയില്ലായിരുന്നു ഇന്നലെ. പിന്നെ നീ സ്കൂളിലേക്ക് വന്നത് രാവിലെ എഴുന്നേറ്റപടി വന്ന പോലെയായിരുന്നു. മുടിയൊക്കെ അതുപോലെയായിരുന്നു ഇരുന്നത്. ഞാനോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാനങ്ങനൊന്നും ചെയ്യില്ല. മിൻസുഹ, നിനക്കിനി വല്ല അമ്നേഷ്യമായിരിക്കുമോ? ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണാറുണ്ട്. എൻ്റെ ബുക്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? മിൻസുഹ ചോദിക്കുന്നു. നിന്റെ തല എവിടെയെങ്കിലും ഇടിച്ചോ മിൻസുഹ? ചിലപ്പോൾ സ്ട്രെസ് കൂടിയിട്ടായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് തോന്നുന്നേ. അവൾക്ക് എങ്ങനെയെങ്കിലും ഗ്രാജുവേറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ടോക്കിയോയിലേക്ക് പോയാൽ മതിയെന്നാണ്. അടുത്ത സീനിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിത്സുഹയും അവളുടെ അനിയത്തിയും മുത്തശ്ശിയും കൂടെ ചേർന്ന് അവരുടെ കുടുംബത്തിൽ പണ്ട് തൊട്ടേ ചെയ്തു വന്നിരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായി നൂല് ത്രെഡ് ചെയ്യുവാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ മിയാമിത്സു കുടുംബത്തിൽ ഈ ആചാരങ്ങളൊക്കെ ചെയ്തു വന്നിരുന്ന ഒരമ്പലം കത്തിനശിച്ചിരുന്നു. പിന്നീട് അവിടെ ഈ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ നൂല് ത്രെഡ് ചെയ്യുമ്പോൾ ആ നൂലും ഈ ത്രെഡ് ചെയ്യുന്ന ആളുടെ സോളും തമ്മിൽ കണക്ട് ആവുമെന്നൊക്കെ മുത്തശ്ശി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മിത്സുഹയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ഈ ചടങ്ങൊക്കെ ചെയ്യുമായിരുന്നു മുമ്പ്. മിത്സുഹയുടെ അമ്മ മരിച്ചതിന് ശേഷം അവളുടെ അച്ഛന് അമ്മയെ രക്ഷിക്കാനായില്ലല്ലോ എന്നോർത്തുള്ള നിരാശയായിരുന്നു. പിന്നീട് അച്ഛൻ ഇതിലൊന്നും വിശ്വാസമില്ലാതെയായി. അങ്ങനെ ഈ ആചാരങ്ങളൊന്നും ചെയ്യാതെയായി. പിന്നീട് വീട് വിട്ടിറങ്ങി.
മുത്തശ്ശിയാണ് പിന്നീട് മിത്സുഹയെയും അനിയത്തിയെയും വളർത്തിയത്. മുത്തശ്ശിക്കും മിത്സുഹേനെയും അനിയത്തിയും അവരുടെ അച്ഛൻ്റെ ഒപ്പം വിടാൻ താല്പര്യമില്ലായിരുന്നു. കാരണം മിത്സുഹേനെയും അനിയത്തി യോച്ചുഹേനെയും ഈ ആചാരങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അവരുടെ അച്ഛൻ്റെ കൂടെ വിട്ടിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഡാൻസ് ചെയ്യുവാണ് മിത്സുഹയും അനിയത്തിയും. അപ്പോൾ ഇത് കാണാനായിട്ട് ആ ഗ്രാമത്തിൽ താമസിക്കുന്നവരും അവളുടെ ഫ്രണ്ട്സും ആ സ്കൂളിൽ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ചോറ് ചവച്ചരച്ചിട്ട് അത് തുപ്പി ഒരു ബോക്സിൽ അടച്ചു വെച്ച് അത് ഒരു നൂല് കൊണ്ട് കെട്ടി സൂക്ഷിക്കും. പിന്നീട് അതൊരു ആൽക്കഹോളായിട്ട് മാറും. ആ ആൽക്കഹോളിൻ്റെ പേരാണ് കുച്ചിക്കാമി സാക്കെ. അവളുടെ സ്കൂളിലെ പിള്ളേരില്ലേ, ആ 3 പിള്ളേർ നേരത്തെ കളിയാക്കിയ അതേ പിള്ളേർ അവൾ ഇങ്ങനെ ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട് കളിയാക്കുവാണ്. ഇതൊക്കെ കേട്ടിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ആ ഒരു റിച്വൽ അവൾ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് മിത്സുഹയും അനിയത്തിയും അവിടെ നിന്ന് നടക്കുകയാണ്. ചേച്ചി, നമുക്ക് ഈ സാക്കെ വിറ്റിട്ട് ടോക്കിയോയ്ക്ക് പോകാനുള്ള പൈസ ഉണ്ടാക്കിയാലോ? അതൊരു ആൽക്കഹോളല്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ഈ ഐഡിയ ഒക്കെ നിന്റെ ഈ കുഞ്ഞിത്തല്ലെന്ന് എവിടുന്നാ വരുന്നത്? എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവൾ മിത്സുഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മിത്സുഹ അവിടെ നിന്ന് ഓടി പുറത്ത് വന്നിട്ട് ഉറക്കെ വിളിച്ച് പറയാണ്, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് ജീവിതം തന്നെ മടുത്തു, അടുത്ത ജന്മത്തിൽ എനിക്ക് ടോക്കിയോയിൽ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതി എന്നൊക്കെ അവൾ അവിടെ നിന്ന് അലറി പറയാണ്. ഇവളെന്ത് ഭ്രാന്തായി കാണിക്കണേ എന്ന ഭാവത്ത് നോക്കി നിൽക്കാണ് നമ്മുടെ യോച്ചുഹ. പിറ്റേ ദിവസം രാവിലെ അവൾ ഉറങ്ങാണ്. എന്നിട്ട് അലാം അടിക്കുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു കിടന്നപ്പോഴേക്കും ബെഡിൽ നിന്ന് നേരെ താഴേക്ക് വീണു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആകെപ്പാടങ്ങ് ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ മിത്സുഹ ഒരു ആൺകുട്ടിയാണ്. അവൾ എണീറ്റ് എന്താ എവിടുന്ന എന്നൊക്കെ ചുറ്റും നോക്കുന്നു. മുഖത്ത് ഒരു മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും, ഡാക്കി, നീ എഴുന്നേറ്റോ? നീ ആയിരുന്നു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടിരുന്നത്. ആ, കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എന്തായാലും ക്ലാസ്സിലേക്ക് പോകാൻ റെഡി ആയിക്കോ. ലേറ്റ് ആയെന്നും പറഞ്ഞ് പോകാതൊന്നും ഇരിക്കാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ആൾ അവിടെ നിന്ന് പോവാണ്. അത് ടാക്കിയുടെ അച്ഛനായിരുന്നു. അവൾക്ക് ഇപ്പോഴും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇതൊരു സ്വപ്നമല്ലേ എന്ന് കരുതിയിരിക്കുകയാണ് അവള്. അപ്പോൾ ഫോണിൽ സുക്കാസ എന്ന് പറയുന്ന ഒരാൾ മെസ്സേജ് അയക്കുന്നു. നീ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ? ഇറങ്ങിയില്ലേ? വേഗം വാടാ. ഈ മെസ്സേജ് കണ്ടിട്ട് ആരായി സുക്കാസ എന്ന് ചിന്തിക്കുകയാണ് അവള്. അങ്ങനെ അവൾ റെഡിയായി ഇറങ്ങുന്നു. അവൾ പുറത്തിറങ്ങിയപ്പോഴാണ് അവളിപ്പോൾ ടോക്കിയോയിലാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അവൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ടോക്കിയോ സിറ്റി കണ്ട് അവൾ കുറച്ചു നേരം അങ്ങനെയും നോക്കി നിൽക്കുന്നു. സ്വപ്നത്തിൽ ഇത്രയും വലിയ ഒറിജിനാലിറ്റിയോ എന്നുള്ള രീതിയിൽ അവൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് പരമാവധി ആ ടോക്കിയോ സിറ്റി മൊത്തം കറങ്ങി തിരിഞ്ഞ് അവൾ അവസാനം ക്ലാസ് കണ്ടുപിടിച്ച് അവിടേക്ക് എത്തുന്നു. പിന്നീട് അവൾ സ്കൂളിലേക്ക് എത്തുവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ചെക്കൻ വരുന്നു. നീ നട്ടുച്ചയ്ക്കാണോ ക്ലാസ്സിലേക്ക് വരുന്നേ? ഇനിയിപ്പോൾ എന്തായാലും ലഞ്ച് കഴിച്ച് ക്ലാസ്സിൽ കയറാം, നീ വാ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് പോവാണ്. നീ എൻ്റെ മെസ്സേജ് ഇഗ്നോർ ചെയ്തല്ലേ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇതാണ് സുക്കാസ എന്ന്. അവൻ അവളുടെ തോളിൽ കൈയൊക്കെ ഇട്ട് വിളിച്ചോണ്ട് പോവാണ്. മിത്സുഹയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ അവള് പെൺകുട്ടിയാണെന്ന്. സുക്കാസയുടെ കണ്ണിൽ അതിപ്പോഴും അവന്റെ ഫ്രണ്ട് ടാക്കിയാണ്. പിന്നീട് ഇവർ ലഞ്ച് കഴിക്കുന്ന സമയത്ത്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ നീ എപ്പോഴും ഉറക്കത്തിൽ തന്നെയാണോ ടാക്കി എന്ന് അവന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്. ശരി, നമുക്കിന്ന് കഫേയിലേക്ക് പോയാലോ? എന്ത് കഫേയോ? അവള് ഗ്രാമത്തിലായിരുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം അവൾക്ക് ഒരു പുതുമയായിരുന്നു. പിന്നീട് അവർ കഫേയിൽ ഇരിക്കുമ്പോൾ അവൾ ആശ്ചര്യത്തോടെ ചുറ്റും നോക്കുന്നു. ടാക്കി, നിനക്ക് എന്തൊക്കെയാ വേണ്ടേ? ഫുഡ് ഓർഡർ ചെയ്യാൻ മെനു നോക്കുമ്പോൾ അതിന്റെ പ്രൈസ് ഒക്കെ നോക്കിയിട്ട് ഷോക്കായിട്ടിരിക്കുകയാണ് അവള്. അവളുടെ വില്ലേജിലായിരുന്നെങ്കിൽ ഇത്രയും കാശ് കൊണ്ട് 1 മാസത്തേക്ക് വാങ്ങി കഴിക്കായിരുന്നു എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. എന്തായാലും നല്ല സ്വപ്നം. അപ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഞാനെന്താ ചെയ്യാ? ഞാൻ വർക്കിന് ലേറ്റ് ആയോ? നിനക്ക് ഇന്ന് ഷിഫ്റ്റ് ഉണ്ടോ എന്നവൻ്റെ ഫ്രണ്ട് ചോദിക്കുക. അതെ. അല്ല, ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നേ? നിങ്ങൾക്ക് എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടെത്തിക്കാൻ പറ്റുമോ? പിന്നീട് കാണിക്കുന്നത് ടാക്കി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. അവൾക്കിതൊന്നും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. എപ്പോൾ ഈ സ്വപ്നം തീരുമെന്ന് ആലോചിച്ച് നടക്കുവാണ് അവൾ. അപ്പോൾ അവിടെയുള്ളൊരു കസ്റ്റമർ അവളെ വിളിക്കുന്നു. ഓർഡർ ചെയ്ത പിസയിൽ ഒരു ടൂത്ത് പീക്ക് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണ്. അപ്പോൾ അങ്ങോട്ട് ഒരു പെണ്ണ് വരുവാണ്. അവളുടെ പേരാണ് ഒക്കിഡോറ. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, നീ പോയിക്കോ എന്ന് അവൾ പറഞ്ഞു. നിനക്ക് എന്താ ഇന്ന് പറ്റിയേ? ആകെ ഒരുമാതിരിയാണല്ലോ നീ ബിഹേവ് ചെയ്യുന്നേ എന്നൊക്കെ ടാക്കിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ പറയുന്നു. പിന്നീട് അവർ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ആ പെണ്ണില്ലേ ഒക്കുഡറ, അപ്പോൾ അവളുടെ സ്കേർട്ട് കീറിയിരിക്കുന്നതായിട്ട് മിത്സുഹ കാണുകയാണ്. ഒക്കുഡറ, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോവാണ് മിത്സുഹ. നീ ആ സ്കേർട്ട് മാറ്റ് എന്ന് മിത്സുഹ പറയുന്നു. നീ എന്തായി പറയുന്നേ?
അവൾ നോക്കുമ്പോൾ അതൊരു ബോയ് ആണല്ലോ. പക്ഷേ നമ്മുടെ മിൻസുഹയാണെന്ന് നമുക്കല്ലേ അറിയൂ. ഏയ് നീ പേടിക്കണ്ട, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി നിന്നോളാം. അതിനുശേഷം മിൻസുഹ അവളുടെ ആ സ്കേർട്ടിൽ ഒരു എംബ്രോയ്ഡറി തന്നെ ചെയ്തു കൊടുക്കുന്നു. ഒക്കിഡെറയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നത്തെ ദിവസം മിൻസുഹേനെ ഒക്കിഡെറ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് ഒക്കെ പറയുന്നു. അവൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഈ ടാക്കി എന്ന് പറഞ്ഞ പയ്യൻ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കുമെന്ന്, ലൈക്ക് എ ഡയറി. അവൾ ഇന്നത്തെ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും അതിൽ നോട്ട് ചെയ്ത് വെക്കുന്നു. അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് അവളുടെ ബുക്കിൽ ആരോ ഹൂ അറിയൂ എന്ന് എഴുതിയിരിക്കുന്നത് ഓർമ്മ വന്നത്. എന്നിട്ട് അവൾ അവളുടെ പേര് കയ്യിൽ എഴുതി വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ടാക്കി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ മിറ്റുഹ എന്ന് പറയുന്ന പേര് കാണുന്നു. ആരായി മിറ്റുഹ? പിന്നീട് അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അന്നത്തെ ദിവസം നടന്നതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതെടുത്ത് നോക്കി അങ്ങ് ഷോക്കാവാണ്. ടാക്കി, നിന്റെ ഫ്രണ്ട്സും നീയും ഒക്കെ അടിപൊളിയാണ്. നിന്റെ ജോബ് മാത്രമാണ് എനിക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ ഇതൊക്കെ ഒരു മൂവി പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒക്കിഡെറ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ജോലി കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു സ്റ്റേഷനിലേക്ക് വന്നത്. ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു മൈ ഫെമിനിൻ പവേഴ്സ് എന്നൊക്കെയാണ് ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് എന്ത് കിണ്ടിയാ നടക്കുന്നേ, ഷേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. പിന്നീട് അവർ ലഞ്ച് കഴിക്കുന്നു. അപ്പോൾ കഫേയിൽ പോവാമെന്ന് ഫ്രണ്ട് പറയുമ്പോൾ, ഇല്ലടാ എനിക്കിന്ന് വർക്ക് ചെയ്യാനുണ്ട്, സോ ഞാനിന്ന് വരില്ല എന്നിട്ട് ആക്കി പറയുന്നു. നിനക്ക് എവിടേക്കാ പോവേണ്ടതെന്ന് ഇന്നറിയാലോ അല്ലേ എന്ന് അവൻ്റെ ഫ്രണ്ടും ചോദിക്കുന്നു. പിന്നീട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇന്ന് അവൻ ശരിക്കും നോർമലായിട്ടാ ബിഹേവ് ചെയ്യുന്നത് അല്ലേ എന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജോലിക്ക് കയറാൻ പോകുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ചെക്കന്മാരൊക്കെ അവിടെ നിന്ന് അവനെ ഒരു നോട്ടം നോക്കുന്നു. എന്തിനാ ഇവരിങ്ങനെ നോക്കുന്നേ എന്ന് കരുതി അവൻ അങ്ങനെ നിൽക്കുന്നു. നീ ഇന്നലെ ഒക്കുഡെറയുടെ കൂടെ ആയിരുന്നല്ലേ സ്റ്റേഷനിലേക്ക് പോയത് എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ചെക്കന്മാർക്ക് ആകെ അങ്ങ് ജലസായിട്ട് നിൽക്കുവാണ്. ഇവന്മാരും നമ്മുടെ ഒക്കുഡെറനെ വളയ്ക്കാൻ വേണ്ടി നിൽക്കുന്നവരാ. സത്യമായിട്ടും ഇന്നലെ എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയേയില്ല എന്നിട്ട് ആക്കി പറയാം. അവന്മാര് വീണ്ടും വീണ്ടും അവനെ നോക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒക്കിഡെറ വരികയാണ്. ടാക്കിയെ കണ്ട് അവളൊന്ന് സൈറ്റ് അടിക്കുക. ഇതൊക്കെ കണ്ടിട്ട് അവന്മാർക്ക് കാലുതുള്ളി നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മിൻസുഹയാണ്. അവള് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ കയ്യിൽ മിൻസുഹ നീ ആരാണ്, നീ എന്തൊക്കെയായി ചെയ്യുന്നേ അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നീട് അവള് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവളെ ഒരുമാതിരി നോക്കുക. എടി എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ മിൻസുഹ അവളുടെ ഫ്രണ്ടിനോട് ചോദിക്കുക. കഴിഞ്ഞ ദിവസം ഡ്രോയിങ് ക്ലാസ്സിൽ വെച്ച് അവളുടെ അച്ഛനെ പറഞ്ഞ് ആ എപ്പോഴും കളിയാക്കുന്ന പിള്ളേരെ കളിയാക്കിയപ്പോൾ മിൻസുഹയുടെ ഉള്ളിലുള്ള ടാക്കി ദേഷ്യം വന്നിട്ട് അടുത്തുള്ള ടേബിള് കാലുകൊണ്ട് തള്ളി മറിച്ചിടുന്നു. നിന്റെയൊക്കെ നാക്ക് ഇനി പൊങ്ങിയ വാരി പറക്കിയിട്ട് അടിച്ചൊരു മൂല കൂട്ടിയിടും എന്ന ഭാവത്തില് അവൻ അവരെ നോക്കി നിൽക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോ? നിനക്കൊന്നും ഓർമ്മയില്ലേ മിൻസുഹ എന്താ നടന്നതെന്ന്? പിന്നീട് അവള് വീട്ടിൽ വന്ന് ബുക്സൊക്കെ തുറന്നു നോക്കുമ്പോൾ ടാക്കി മിൻസുഹയുടെ ബോഡിയിലിരുന്നപ്പോൾ എഴുതി വെച്ചത് ഓരോന്നായിട്ട് ഇവള് കാണുന്നു. അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ ബോഡി സ്വിച്ചിങ് ആണ് നടക്കുന്നതെന്ന്. ടാക്കി അവളുടെ ബോഡിയിൽ സ്വിച്ച് ചെയ്യുന്നു, മിൻസുഹ അവൻ്റെ ബോഡിയിലേക്ക് സ്വിച്ച് ചെയ്യാണ്. അതായത് അവൻ അവളുടെ ലൈഫിൽ ജീവിക്കുന്നു, അതേസമയം അവള് ടാക്കിയുടെ ലൈഫിലും ജീവിക്കുകയാണ്. എല്ലാ ആഴ്ചയും ഒരു 2-3 തവണയാണ് ഈ ബോഡി സ്വിച്ചിങ് നടക്കുന്നത്. ഈ ബോഡി സ്വിച്ചിങ് കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ അവർ നോട്ട് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. അവർ കുറച്ച് റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ബോഡി സ്വിച്ചിങ് നടക്കുന്ന ടൈമിൽ കുളിക്കാൻ പാടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല, കാലൊരുമിച്ച് വെച്ചിരിക്കണം, ആൺപിള്ളേരെ പോലെ സംസാരിക്കരുത് എന്നൊക്കെയാണ് അവളുടെ റൂൾ. പെൺകുട്ടിയെ പോലെ സംസാരിക്കാൻ പാടില്ല, ഒരുപാട് ഫുഡ് കഴിക്കാൻ പാടില്ല, അവൻ്റെ പൈസ ചെലവാക്കാൻ പാടില്ല, ഒക്കുഡെറയോട് ഒരുപാട് സംസാരിക്കരുത്, ഒരുപാട് അടുക്കരുത്, ക്ലാസ്സിൽ ലേറ്റ് ആവരുത്, അങ്ങനെയൊക്കെയാണ് അവൻ്റെ റൂൾസ്. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് ചെയ്യാനാണല്ലോ നമുക്ക് ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഇവരും. എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ സ്കേർട്ടാണ് ഇട്ടിരിക്കുന്നതെന്ന് പോലും ഓർക്കാതെ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നു. അവളാണെങ്കിലോ ഫുഡ് വാങ്ങി ഒരുപാട് കഴിക്കുന്നു. നീ എൻ്റെ കാശൊക്കെ ഇങ്ങനെ ചിലവാക്കി കളയല്ലേ. എടാ, ഞാൻ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് നിന്റെ ശരീരത്തിന് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ അവളും പറയാണ്. അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവളും അവളുടെ കാര്യങ്ങളൊക്കെ അവനും അവരെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നു. അവള് ഒക്കുഡെറയായിട്ട് ഇപ്പം നല്ല കൂട്ടാണെന്ന് പറയും. നീ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് കളിക്കുന്നേ എന്നൊക്കെ ടാക്കിയും പറയും. നിനക്കറിയോ ടാക്കി, ഇപ്പോൾ എനിക്ക് പ്രപ്പോസൽസ് വരെ കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ നീയായിട്ടിരിക്കുമ്പോൾ
കുറച്ച് പോപ്പുലർ ആവുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാ എന്നൊക്കെ പറയും. നീ കൂടുതലൊന്നും പറയണ്ട, നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലല്ലോ. നീയും കൂടുതലൊന്നും പറയണ്ട, നിനക്കും ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്താ, ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പിലും പോകാൻ താല്പര്യമില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ അവരുടെ മുഖത്ത് അവരെന്തൊക്കെയോ എഴുതി വെക്കുകയും ചെയ്യുവാണ്. വെച്ചിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതാണ് സംഭവം. പിന്നീട് മിൻസുഹ എഴുന്നേൽക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കോമറ്റ് കാണാൻ സാധിക്കുമെന്നൊക്കെ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മിൻസുഹയും അവളുടെ അനിയത്തിയും മുത്തശ്ശിയും കൂടെ ഇവരുടെ ആചാരങ്ങളൊക്കെ നടത്തി വന്നിരുന്ന ആ അമ്പലമില്ലേ, ആ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പകുതി നടക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് ക്ഷീണം തോന്നിയതുകൊണ്ട് മിൻസുഹയുടെ ഉള്ളിലെ ടാക്കി മുത്തശ്ശിയെ എടുക്കുന്നു. നിങ്ങൾക്ക് മുസുബി എന്താണെന്നറിയോ? മുസുബിയോ? അതെന്താ മുത്തശ്ശി? മിൻസുഹ ചോദിക്കുന്നു. അതായത് നമ്മുടെ ടാക്കി. ടൈം തമ്മിലുള്ള കണക്ഷൻ, രണ്ടാളുകൾ തമ്മിലുള്ള കണക്ഷൻ, അങ്ങനെയൊക്കെ ആവാം. നമ്മൾ ആ ത്രെഡ് ചെയ്യുന്ന സമയത്ത് ദൈവത്തെ മുൻനിർത്തി ചെയ്യുന്ന ഒന്നാണ്. അതിൽ ത്രെഡിനെ ടൈം ആയിട്ടാണ് പറയുക. ആ ത്രെഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അത് ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണോ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെയാണ് ടൈം. പിന്നീട് അവർ റെസ്റ്റ് എടുക്കുവാണ്, ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. മരത്തിലെ ഇലകൾ, ചായ, വെള്ളം, ഇതെല്ലാം ഒരു മുസുബിയാണ്. നമ്മളുണ്ടാക്കിയ ആ ആൽക്കഹോളില്ലേ, കുച്ചിക്കാമിസാക്കെ, അതുൾപ്പെടെ അത് നമ്മുടെ സോളായിട്ട് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു മുസുബിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ കുച്ചിക്കാമിസാക്കിയെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. മിൻസുഹയുടെ സോളിൻ്റെ പാതയാണ് ആ കുച്ചിക്കാമിസാക്കി, ആ ആൽക്കഹോള്. ഇതൊക്കെ ടാക്കിക്ക് ഇപ്പോൾ മനസ്സിലാവാണ്. അവിടെ കൊണ്ട് അത് വെച്ചതിന് ശേഷം അവർ തിരിച്ചു പോരുന്നു. എടി ചേച്ചി, ആ വരാൻ പോകുന്ന കോമറ്റിനെ എനിക്ക് ഇപ്പോഴും ഇവിടെ നിന്ന് കാണാം. എന്താ കോമറ്റോ? അവൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുക. മിൻസുഹ, നീ ഉറങ്ങുവാണോ എന്ന് അവളുടെ മുത്തശ്ശി ചോദിക്കുക. പെട്ടെന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് ടാക്കി എഴുന്നേക്കാണ്. എന്നിട്ട് അവൻ പോലും അറിയാതെ അവൻ കരയുവാണ്. അവൻ ആ ഒരു ബോഡി സ്വിച്ച് ചെയ്ത് ടാക്കിയുടെ ബോഡിയിൽ നിന്ന് തന്നെ ഉണരാണ്. സാധാരണ ഇങ്ങനെ നടക്കാറ് അവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ്. അവൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് ഒക്കുഡേറയുടെ മെസ്സേജ് ആയിരുന്നു. ഇവളെന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? ഒക്കുഡേറയും ടാക്കിയും ഡേറ്റ്സിൽ പോകാനിരിക്കുകയാണ്. രാവിലെ അവൾ സ്റ്റേഷനിലുണ്ടാവും, നീ അങ്ങോട്ടേക്ക് ചെല്ലണം എന്നൊക്കെ മിൻസുഹ ആ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇത് പിന്നീടാണ് കാണുന്നത്. എന്തൊക്കെയാ മിൻസുഹ നീ ചെയ്തു വെച്ചേക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ലേറ്റ് ആയതുകൊണ്ട് അവൻ ഓടിപ്പോവാണ്. അവൻ ഓടി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഒക്കുഡേറ ടാക്കിയെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ടാക്കിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇതേ സമയം മിൻസുഹ അവളുടെ ബോഡിയിലേക്ക് തന്നെ വന്നതിന് ശേഷം അവനുണ്ടായതുപോലെ തന്നെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ വരികയാണ്. അവൾ പോലും അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവർക്കിടയിൽ ഇപ്പോൾ ഈ ഡേറ്റിങ്ങിന് വരെ എത്തിക്കാൻ കാരണം തന്നെ മിൻസുഹയാണ്. അതായത് ടാക്കിയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ടൈം കാണിച്ചു വെച്ച പരിപാടിയായിരുന്നു ഇതൊക്കെ. ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒക്കുഡേറ അവനോട് പറയാണ്, ടാക്കി, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ അത് ക്ഷമിക്കണം. ചിലപ്പോൾ നിനക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരിക്കാം അല്ലേ? പക്ഷേ നിന്റെ മനസ്സിൽ വേറൊരാളുണ്ട്, നിനക്ക് മറ്റൊരാൾ ഇഷ്ടമാണ്. ഏയ് ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ശരിക്കും സത്യമാണോ എന്ന് ഒക്കുഡേറ ചോദിക്കുന്നു. ഇല്ല, സീരിയസ്ലി എൻ്റെ മനസ്സിൽ ആരും തന്നെ ഇല്ല. ഓക്കെ ശരി, എന്നാൽ ഞാൻ പോവാം, താങ്ക്സ് ഫോർ ടുഡേ, നമുക്ക് വർക്കിന് കാണാം എന്നൊക്കെ പറഞ്ഞ് അവൾ പോവാണ്. പിന്നീട് അവൻ ഇങ്ങനെ നിന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത ദിവസം ആകാശത്ത് കോമറ്റ് കാണാൻ സാധിക്കും, നമുക്ക് ഒരുമിച്ച് അത് കാണാം എന്നൊക്കെ അവൾ മെസ്സേജ് അയച്ചിട്ടിരിക്കുന്നു. ഇവൾ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. പിന്നീട് അവൻ്റെ ഫോണിൽ അവളുടെ ഫോൺ നമ്പർ കാണുന്നു. ഇത്തവണ അവൾ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിരുന്നു. അവൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം അവളുടെ ഫോണ് റിങ് ചെയ്യുവാണ്. മിൻസുഹ കോൾ എടുക്കുന്നുണ്ട്. അത് അവളുടെ ഫ്രണ്ടായിരുന്നു. അത് ടാക്കി ആയിരുന്നില്ല. അവളുടെ ഗ്രാമത്തിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ഓട്ടം ഫെസ്റ്റിവൽ. അതിന് ഒരുമിച്ച് പോകാൻ നിനക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്നൊക്കെയാണ് അവളുടെ ഫ്രണ്ട് പറയുന്നത്. ഫ്രണ്ട്സ് ടേസിക്കും സയാച്ചിനും കൂടെ അവളെ നോക്കിയിരിക്കുകയാണ്. മിൻസുഹയെ കണ്ടതും, എടി മിൻസുഹ, എന്താ നിനക്ക് പറ്റിയേ? നീ മുടി വെട്ടിയോ എന്ന് അവർ ഷോക്കായിട്ട് ചോദിക്കുക. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്ന്. പിന്നീട് അവർ ആ ഫെസ്റ്റിവലിൽ നടന്ന് മൗണ്ടനിലേക്ക് പോകുന്നു. അവൾ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആ കോമറ്റ് ആകാശത്ത് കാണുന്നത്. അവൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആ കോമറ്റിനെ നോക്കി നിൽക്കുന്നു. ആ കോമറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് മാറുന്നു. അവൾ ആ കാഴ്ച കൺചിമ്മാതെ നോക്കി നിൽക്കുകയാണ്. ഭയങ്കര രസമായിരുന്നു ഈ ഒരു വ്യൂ. ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് ടാക്കി മിൻസുഹയെ കോൾ വിളിക്കുന്നതാണ്. കോള് കണക്റ്റ് ആവുന്നില്ല, നോട്ട് അവൈലബിൾ എന്നാണ് പറയുന്നത്. ഇതെന്താ വിളിച്ചിട്ട് കിട്ടാത്തേ? സാരമില്ല, അടുത്ത തവണ ബോഡി സ്വിച്ച് ചെയ്യുമ്പോൾ അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന്.
പിന്നീട് അങ്ങോട്ട് മിച്ചുഹയും ടാക്കിയും തമ്മിൽ ബോഡി സ്വിച്ചിങ് നടന്നിട്ടേയില്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ ബോഡി സ്വിച്ചിങ് നടക്കുമെന്ന് വിചാരിച്ചിരിക്കുവാണ് ടാക്കി. മിച്ചുഹയില്ലാതെ പറ്റാത്ത അവസ്ഥയാണ് അവനിപ്പോൾ. അവൻ ഓരോ ദിവസവും വളരെ ബുദ്ധിമുട്ടിയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവന് വരയ്ക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഓർമ്മയിൽ നിന്ന് ഓരോന്നാലോചിച്ച് അതൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അതായത് ടാക്കി മിച്ചുഹയുടെ ബോഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഗ്രാമത്തിൽ കണ്ട കാഴ്ചകളൊക്കെ അവൻ വരച്ചു വെക്കാനായിട്ട് തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരുന്ന ടാക്കിയാണ്. അവൻ നോക്കുമ്പോൾ അവിടെ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കുഡെറയും സുക്കാസയും നിൽക്കുന്നു. നിങ്ങളെന്താ ഇവിടെ? സുക്കാസ പറഞ്ഞു, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വന്നു. പിന്നീട് അവർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുക്കാസ, എന്താ ഇതൊക്കെ? നീ എന്തിനാ വന്നേ? ടക്കാക്കി നോക്കിക്കോളും നിന്റെ ജോലിയുടെ കാര്യമൊക്കെ, നീ ടെൻഷൻ ആവണ്ട, നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല. നിനക്ക് ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടല്ലേ, അല്ലേ എന്ന് ഒക്കുഡെറ ചോദിക്കുന്നു. അതങ്ങനല്ല. അപ്പോൾ ഉറപ്പിക്കാം, ഏതോ ഡേറ്റിംഗ് സൈറ്റാണ്. അല്ല, നീ ഭയങ്കര വിയേർഡായിട്ടായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. സോ ഞങ്ങളുടെ കണ്ണ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നീയൊക്കെ എന്നെ സൂപ്പർവൈസ് ചെയ്യാൻ വന്നതാണോ? പിന്നീട് അവൻ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു. നീ എന്താ ടാക്കി പറയുന്നേ? അവൾ എവിടെയാണെന്ന് നിനക്കറിയില്ലേ? അവളെ വിളിക്കാനും പറ്റില്ല. നിനക്ക് ആ സ്ഥലത്തെ പറ്റി ഒന്നും അറിയില്ല. ആകെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഡ്രോയിങ്സ് മാത്രമാണ്. അവൻ വരച്ച ചിത്രങ്ങൾ ഓരോ ആൾക്കാരെ കാണിച്ച് ഈ സ്ഥലത്തെ പറ്റി അറിയോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ആർക്കും തന്നെ ആ സ്ഥലത്തെ പറ്റി അറിയുകയില്ല. പിന്നീട് അവർ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇന്ന് തന്നെ ടോക്കിയോയിലേക്ക് പോകാം, ഇതൊന്നും നടക്കില്ല എന്ന് അവന് മനസ്സിലാവുകയാണ്. പിന്നീട് ആ ഡ്രോയിങ് എടുത്ത് അവൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു ആൻറ്റി വന്നിട്ട്, മോനെ, ഇത് ഇട്ടോമോറി അല്ലേ? ഇത് അത് തന്നെ, ഇത് നീ നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. അവിടെയുള്ള വേറൊരാളിവിടെ വന്നിട്ട്, ഇത് ഇട്ടോമോറി തന്നെയാണ്. ആ അങ്കിള് ഇട്ടോമോറിയിൽ ജനിച്ചതാണെന്നൊക്കെ ആൻറ്റി പറയാം. അതെ, ഇട്ടോമോറി. ശരിക്കും പറഞ്ഞാൽ ടാക്കിക്ക് ഇപ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇട്ടോമോറി എന്നാണെന്ന് ഓർമ്മയിലുള്ളതുപോലെ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ അവന് ഓർമ്മയില്ലായിരുന്നു. ഈ സ്ഥലം തന്നെ, ഇത് അടുത്തല്ലേ അല്ലേ എന്നൊക്കെ ടാക്കി അവരോട് ചോദിക്കാം. മോനെ, അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ? അടുത്ത സീനി കാണിക്കുന്നത് അവൻ ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുന്നു. ഇട്ടോമോറി എന്ന് പറഞ്ഞ ആ സ്ഥലം തന്നെ അവിടെ ഇല്ല. 3 വർഷം മുമ്പ് കോമറ്റ് വീണതിനെ തുടർന്ന് ഇട്ടോമോറി എന്ന് പറഞ്ഞ സ്ഥലം മുഴുവനായിട്ട് നശിച്ചു പോയിരുന്നു. 500ഓളം ആളുകൾ തന്നെ മരിച്ചു പോയിരുന്നു. ഈ സ്ഥലം തന്നെയാണെന്ന് നിനക്ക് ഉറപ്പല്ലേ എന്ന് ഒക്കുഡെറ ചോദിക്കുന്നു. ചിലപ്പോൾ ആവില്ല, ഇവന് ഓർത്തെടുക്കാൻ പറ്റാത്തതായിരിക്കുമെന്ന് സുക്കാസ പറയാണ്. അല്ല, എനിക്ക് ഉറപ്പാ, ഇത് തന്നെയാ സ്ഥലം എന്നൊക്കെ ടാക്കി പറയുന്നു. പിന്നീടാണ് അവൻ ഓർക്കുന്നത് കോമറ്റ് വരുമെന്നും അതിനെ കാണാൻ പറ്റുമെന്നും ഒക്കെ അവൾ നോട്ട് ചെയ്ത് മെസ്സേജിൻ്റെ കാര്യം. അവൻ ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് മെസ്സേജ് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനിതെന്താ നടക്കുന്നതെന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല. 1200 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം കാണാൻ സാധിക്കുന്ന ഈ കോമറ്റ് ഇപ്രാവശ്യം വന്നപ്പോൾ അത് 2ആയി സ്പ്ലിറ്റായിട്ട് അതിൻ്റെ ഒരു പീസ് ഇട്ടോമോറിയിൽ വന്നു പതിച്ചു. അവിടെ അന്നൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇത് വന്ന് പതിച്ചതിന് ശേഷം കുറേ പേര് മരണപ്പെട്ടു. ബുക്സ് വഴി, ഇൻ്റർനെറ്റ് വഴി, ന്യൂസ് പേപ്പർ വഴിയൊക്കെ ഇട്ടോമോറി എന്ന് പറഞ്ഞ വില്ലേജിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവർ മരണപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്നു. അപ്പോൾ അവന് അതിൽ മിസുഹയുടെ പേര് കാണുന്നു. അപ്പോൾ അവൾ 3 വർഷം മുമ്പേ മരിച്ചുപോയോ? നീ നോക്ക്, അത് അവളുടെ പേര് തന്നെയാണോ നോക്ക്. അതെ അതെ, മിസുഹ, അത് അവളുടെ പേര് തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇവള് 3 ആഴ്ചയ്ക്ക് മുമ്പ് എന്നോട് സംസാരിച്ചിരുന്നതാ. ഒക്കുഡെറയുമായിട്ടുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കോമറ്റ് കാണാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു അവള്. അതൊക്കെ അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ സ്വപ്നമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് സുക്കാസ ചോദിക്കുന്നു, ടാക്കി ഇവിടെ? അവൻ ഓക്കെ അല്ലേ? അവൻ ഇട്ടോമോറിയെ കുറിച്ചുള്ള ന്യൂസ് റിപ്പോർട്ട്സും മാഗസീനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്ത് തോന്നുന്നു ടാക്കിയുടെ സ്റ്റോറി കേട്ടിട്ട്? നിനക്കറിയോ, എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. അവൻ നല്ലൊരു പയ്യനാണ്. പക്ഷേ അവൻ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അവൻ ആരെയോ കണ്ടുമുട്ടിയിട്ടുണ്ട്, അത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്രയും മാറ്റം ഉണ്ടായത് എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് ടാക്കിയാണ്. എനിക്ക് ഇതെല്ലാം ഒരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. എന്തായിരുന്നു അവളുടെ പേര്? സത്യത്തിൽ അവനിപ്പോൾ അവളുടെ പേര് പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവൻ ആകെ ഓർമ്മയുള്ളത് അവളുമായിട്ടുള്ള കുറച്ച് മെമ്മറീസും അവിടുത്തെ വില്ലേജിലെ കുറച്ച് കാഴ്ചകളും മാത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒക്കുഡെറ വരുന്നു. എന്നോട് ക്ഷമിക്കും ഒക്കുഡെറ, ഞാൻ കാരണമല്ലേ നിങ്ങളൂടെ ഇങ്ങോട്ട് വന്നത്, ടാക്കി അവളോടായിട്ട് പറയുന്നു. അതൊന്നും സാരമില്ലടാ എന്ന് ഒക്കുഡെറയും പറയും. എൻ്റെ ടാക്കി, ഇതുപോലുള്ളൊരു ബ്രൈഡഡ് കോഡ്സ് അല്ലേ നിൻ്റെ കയ്യിലുള്ളത്? അതെ, ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ആ ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. പക്ഷേ
ആരെ തന്നെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാനൊരു ലക്കി ചാം പോലെയാണ് എൻ്റെ കയ്യിൽ ഇട്ടേക്കുന്നത്. ബ്രൈഡഡ് കോഡ്സ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആരോ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞേ? അത് മാത്രം എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ ടൈമും കൂടി ചേർന്നാണ് സ്വിച്ച് ആയിരുന്നത്, പ്ലേസ് മാത്രമായിരുന്നില്ല. ടാക്കി 3 ഇയേഴ്സ് ഫ്യൂച്ചറിൽ ടോക്കിയോയിലും മിസുഹ 3 ഇയേഴ്സ് പാസ്റ്റിൽ ഇറ്റോമോറിയിലും ജീവിച്ചിരുന്ന ടൈമിലായിരുന്നു ഇത് സ്വിച്ച് ചെയ്യുന്നത്. ടാക്കി മിസുഹയുടെ ബോഡിയിലേക്ക് പോകുമ്പോൾ പാസ്റ്റിലും, മിസുഹ ടാക്കിയുടെ ബോഡിയിലേക്ക് സ്വിച്ച് ആകുമ്പോൾ ഫ്യൂച്ചറിലേക്കുമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവർക്കിടയിൽ ഒരു 3 ഇയേഴ്സ് ടൈം ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് അവൻ അന്ന് അവളെ വിളിച്ചിട്ട് കോളിൽ കിട്ടാതെ പോയത്. അവന് അവൻ്റെ കയ്യിലുള്ള ബ്രേഡഡ് കോഡ് നോക്കുവാണ്. ആ ത്രെഡ് കൂടി ചേരുമ്പോഴാണ് ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്. സോ അത് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനെയാണ് മുസുബി എന്നാണ് പറയാം. അവൻ അപ്പം ആ ബ്രേഡഡ് കോഡ്സിലേക്ക് നോക്കുമ്പോൾ അവൻ ആ അമ്പലത്തിൻ്റെ കാര്യം ഓർമ്മ വരുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ലെറ്റർ മാത്രം അവിടെ എഴുതി വെച്ചിട്ട് അവൻ അമ്പലത്തിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രേഡഡ് കോഡ്സ് നോക്കുമ്പോഴാണ് അവൻ ആ അമ്പലത്തിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. പണ്ട് അവളുടെ ബോഡിയിലായിരുന്ന സമയത്ത് അവിടെ പോയതും ഒക്കെ അവൻ അപ്പോഴാണ് ഓർമ്മ വരുന്നത്. മിച്ചുഹയും മുത്തശ്ശിയൊക്കെ 3 വർഷം മുമ്പ് കൊണ്ടുവച്ച ആ കൊച്ചിക്കാമെ സാക്കയെ ആ ആൽക്കഹോൾ കാണുന്നു. അവൻ അവളുടേത് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കുറച്ചെടുത്ത് കുടിക്കുന്നു. അതായത് അവളുടെ പാതി സോള്. അതെടുത്ത് അവൻ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അവന് കാലുറച്ച് നിൽക്കാൻ കഴിയുന്നില്ല. താഴേക്ക് അവൻ വീഴുന്നു. അതിനുശേഷം മിത്സുഹയുടെ ജീവിതത്തിൽ നടന്നതെല്ലാം തന്നെ ടാക്കിയുടെ കണ്ണിലൂടെ മിന്നിമായുകയാണ്. അവളുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവനിപ്പോൾ കാണാൻ കഴിയാണ്. അവൾ ജനിച്ചതും, അവളുടെ കുഞ്ഞനിയത്തി ഉണ്ടാവുന്നതും, അമ്മ മരിക്കുന്നതും, അച്ഛൻ വീട് വിട്ടു പോകുന്നതും, മുത്തശ്ശി അവളെ വളർത്തുന്നതും, ഇതെല്ലാം തന്നെ അവൻ അവൻ്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. അവൾ ആ കോമറ്റ് നോക്കി നിൽക്കുന്ന സമയം നീ മാറ് മിറ്റുഹ, അവിടെ നിൽക്കല്ലേ എന്നൊക്കെ ടാക്കി ഇവിടെ കിടന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും അവൾക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ, കാരണം ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പിന്നീട് അവൻ കണ്ണു തുറക്കുന്നു. അവൻ അപ്പം നോക്കുമ്പോൾ മിൻസുഹ ആയിട്ടാണ് അവൻ ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളത്. ടാക്കിയുടെ ലാസ്റ്റ് ചാൻസ് ആയിട്ടാണ് മിൻസുഹയുടെ ബോഡിയിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുന്നത്. ടാക്കിക്ക് മിൻസുഹയുടെ ബോഡിയിലേക്ക് സ്വിച്ച് ചെയ്യാനൊരു അവസരം കിട്ടിയത് ആ കൊച്ചിക്കാമി സാക്കി കുടിച്ചതിന് ശേഷമാണ്. ഓ, അപ്പോൾ ഇന്നാണല്ലേ ആ കോമറ്റ് വരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ അവൻ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശി വരികയാണ്. നീ ശരിക്കും പറ, നീ മിൻസുഹ തന്നെയാണോ? മുത്തശ്ശിക്ക് എങ്ങനെ അതറിയാം? അപ്പം മുത്തശ്ശി പറയും, പണ്ട് മുത്തശ്ശിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും മറ്റൊരാളുടെ ലൈഫിൽ ജീവിക്കുന്നത് പോലെ തോന്നലുണ്ടായിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശിയും പറയും. നിന്റെ അമ്മയ്ക്ക് മുമ്പ് ഇതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് ടാക്കിക്ക് മനസ്സിലാവുന്നത് ഇത് മിയാമിറ്റ്സു കുടുംബത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണെന്ന്. പക്ഷേ അമ്മയും മുത്തശ്ശിയും ഇതൊരു റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശി, ഇന്ന് ആ കോമറ്റ് ഇറ്റോമോറിയിൽ വന്ന് പതിക്കും, അപകടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇവൾ എന്തൊക്കെയാ പറയുന്നത് എന്ന ഭാവത്തിൽ നോക്കിയിരിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് മിസുഹ, അതായത് നമ്മൾ ടാക്കിയെ ടിസയുടെയും സയാജിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. മുടിയൊക്കെ വെട്ടിയത് കൊണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് അവർ. നമ്മൾ ഇതേപോലത്തെ ഒരു സീന് അന്ന് നമ്മൾ ഫെസ്റ്റിവലിന് പോകുന്ന സമയത്തായിരുന്നു കണ്ടത്. അത് 3 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഇന്ന് രാത്രി എല്ലാവരും മരിക്കാൻ പോവാണെന്ന് ടാക്കി പറയും. പറഞ്ഞതിൽ ഇച്ചിരി സൗണ്ട് കൂടിപ്പോയത് കൊണ്ട് തന്നെ എല്ലാവരും അത് കേട്ട് ഷോക്കായിട്ട് മിൻസുഹയെ നോക്കും എന്ന് വെച്ച് ടാക്കി. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുമെന്ന് അവൻ പറയും. അതിനുശേഷം മിൻസുഹയുടെ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്യും. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ മിൻസുഹേനെ അവർ ഹെൽപ്പ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവർ പ്ലാൻ ചെയ്യുകയാണ് ഈ കോമറ്റ് വീഴുന്ന സ്ഥലത്ത് നിന്നും ആളുകളെ മാറ്റാനായിട്ട് തീപിടുത്തത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു വാർണിംഗ് കൊടുക്കണം. എന്നിട്ട് അവരെ സ്കൂളിലേക്ക് എത്തിക്കണം. കോമറ്റ് വീഴുന്ന ടൈമിൽ അവിടെ, അതായത് ആ സ്കൂളിരുന്ന സ്ഥലത്ത് ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്യൂച്ചറിൽ നമുക്കത് കാണാൻ പറ്റും. സോ ആളുകളെ സ്കൂളിലേക്ക് മാറ്റാനായിട്ടാണ് അവരുടെ പ്ലാൻ. ടാക്കി മേയറിനെ കാണാനായിട്ട് വരുന്നു. ഇന്നിവിടെ ഒരു അപകടം സംഭവിക്കും, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയാണ് അവൾ. മേയർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മേയറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളുടെ ഉള്ളിലെ ടാക്കിക്ക് ദേഷ്യം വന്നിട്ട് പുള്ളിയുടെ ടൈലൊക്കെ കയറി പിടിച്ച് ദേഷ്യപ്പെടുന്നു. പിന്നീട് ജനങ്ങളെല്ലാവരും ആ ഓട്ടം ഫെസ്റ്റിവലിൻ്റെ ഒരുക്കത്തിലാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും. അവിടെ പിള്ളേരൊക്കെ നമുക്ക് ഫെസ്റ്റിവലിന് കാണാം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഇവളെ പിടിച്ചു നിർത്തി, നിങ്ങൾ അവിടേക്ക് പോവല്ലേ എന്നൊക്കെ പറയുക. പിള്ളേരതൊന്നും കേൾക്കാതെ ഓടിപ്പോകുന്നു. അപ്പോൾ അങ്ങോട്ട് അവളുടെ അനിയത്തി ഓടി വരും. നീ മുത്തശ്ശിയായിട്ട് രാത്രി ഇവിടെ ഉണ്ടാവരുത്, അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ മരിക്കും എന്ന് ടാക്കി പറയുന്നു. ഇത് കേട്ടിട്ട് ഇവളെന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന ഭാവത്തിൽ നോക്കി നിൽക്കുകയാണ് യോജുഹ. ചേച്ചി, നീ ഇന്നലെ ടോക്കിയോയിൽ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുന്നു. ഇപ്പം മിൻസുഹയുടെ ബോഡിയിൽ ടാക്കി ഉള്ളതുപോലെ ടാക്കിയുടെ ബോഡിയിൽ ഇപ്പം മിൻസുഹ ഉണ്ടാവും. അപ്പോഴാണ് ടാക്കിക്ക് ഓർമ്മ വന്നത് ലാസ്റ്റ് ആ അമ്പലത്തിൻ്റെ അവിടെ ആയിരുന്നു ടാക്കി ഉണ്ടായിരുന്നത്. അപ്പം മിൻസുഹ അവിടെ കാണുമെന്ന് കരുതി അവൻ അങ്ങോട്ടേക്ക് പോവാണ്.
ഇതേ സമയം നമ്മുടെ മിൻസുക അവിടെ മയങ്ങി കിടക്കുവാണ്. അവൾ പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വീണ്ടും ടാക്കിയുടെ ബോർഡിലേക്ക് സ്വിച്ച് ആയിരിക്കുന്നു. പുറത്തേക്ക് വന്ന് നോക്കുന്ന അവൾ ആകെ ഷോക്കാവുകയാണ്. ഫ്യൂച്ചറിൽ ഇട്ടോമോരി ഗ്രാമം തന്നെ തകർന്നിരിക്കുന്ന കാര്യം അവളിപ്പോൾ കാണുന്നു. ഞാൻ മരിച്ചോ? അപ്പോൾ യോച്ചക പറഞ്ഞതുപോലെ മിച്ചുക ടോക്കിയോയ്ക്ക് പോയിരുന്നു. അത് നമ്മുടെ ടാക്കിയെ കാണാൻ വേണ്ടിയായിരുന്നു. ടാക്കിയും ഒക്കുരയും ഡേറ്റിന് പോകുന്ന ആ ദിവസമാണ് അവൾ അങ്ങോട്ട് പോയിരുന്നത്. എങ്ങനെ എപ്പോൾ കണ്ടുപിടിക്കണമെന്നൊന്നും അവൾക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നീട് അവൾ ട്രെയിൻ സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് ടാക്കിയെ ഒരു ട്രെയിനിൽ അവൾ കാണുവാണ്. ഓടിപ്പോയി ആ ട്രെയിനിൽ കയറുന്നു. ടാക്കി, ഇത് ഞാനാ, എന്നെ അറിയോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. നീ ആരാ? എനിക്ക് അറിയില്ലല്ലോ എന്ന് അവനും പറയും. പാസ്റ്റിലാണ്, അതുകൊണ്ട് തന്നെ അവൻ അവളെ അറിയില്ല. കാരണം ഇതിനു മുമ്പ് അവൻ കണ്ടിട്ടില്ല. ഇവൻ ഇവളെ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവന് മീച്ചുഹ എന്ന് പറയുന്ന ഒരാളെ അറിയുന്നത് ഫ്യൂച്ചറിലാണ്. അവൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനായി പോകുമ്പോൾ അവളോട് എന്താ നിന്റെ പേരെന്ന് ചോദിക്കും. എന്നിട്ട് അവളുടെ മുടിയിലുള്ള ഒരു ത്രെഡ് ഊരി അവൻ്റെ കയ്യിൽ കൊടുക്കും. അവളുടെ പേര് മിൻസുഹ എന്ന എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. അപ്പോൾ 3 വർഷം മുമ്പ് നീ എന്നെ കാണാനായിട്ട് വന്നിരുന്നു അല്ലേ പറഞ്ഞ് മിൻസുഹയെ കാണാനായിട്ട് ടാക്കി ഓടി വരുവാണ്. അങ്ങനെ ആ സ്ഥലത്തേക്ക് എത്തിയതും ടാക്കി മിൻസുഹ എന്ന് ഉറക്കെ വിളിക്കുന്നു. മിൻസുഹ അത് കേട്ട് തിരിച്ച് ടാക്കി എന്ന് വിളിക്കുന്നു. അവർക്ക് അവരുടെ സൗണ്ട് കേൾക്കാമെങ്കിലും അവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഒരു പോയിന്റിലെത്തുമ്പോൾ അവർ പാസ് ചെയ്തു പോകുന്നു. അവർ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അവർ തിരിഞ്ഞു നോക്കുന്നു. അവർ ഒന്നുകൂടെ വിളിക്കുമ്പോൾ അവർക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ അടുത്തുണ്ട് എന്ന്. കൈ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും ആരും ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് ഹാഫ് ലൈറ്റ് ആവുകയാണ്. ആ ടൈമാണ് അവർ പരസ്പരം കാണുന്നത്. അവരുടെ ബോഡി വീണ്ടും സ്വിച്ചായിട്ട് ടാക്കിയുടെ ബോഡിയിൽ ടാക്കിയും മിച്ചുഹയുടെ ബോഡിയിൽ മിൻസുഹയും ആവുകയാണ്. ഇപ്പോൾ മിച്ചുഹ, ടാക്കി, ഇത് ശരിക്കും നീ തന്നെയാണോ? മിൻസുഹ വല്ലാതെ കരയുവാണ്. ഞാൻ നിന്നെ കണ്ടുപിടിക്കാനാണ് വന്നത്. നിനക്കറിയോ, ഇതത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. കാരണം നീ ഒരുപാട് ദൂരെ ആയിരുന്നില്ലേ. പക്ഷെ ഇതെങ്ങനെ? ഞാൻ ആ കൊച്ചിക്കാമിസാക്കി കുടിച്ചു. അതിനുശേഷമാണ് നമ്മുടെ ബോഡി സ്വിച്ചായത്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബ്രൈഡഡ് കോഡ്, ആ ത്രെഡ് ഊരി അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇത് അന്ന് നീ എന്നെ കാണാൻ വന്നപ്പോൾ തന്നതാണ്. ഇത്രയും നാൾ ഞാനിത് സൂക്ഷിച്ചു വെച്ചു. ഇത് ഇനി നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ത്രെഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രൈഡഡ് കോഡ് കാരണവും കൂടെ കൊണ്ടാണ് അവരിപ്പോൾ ഇവിടെ വരെ എത്തിയത്. അന്ന് അവൾ പാസ്റ്റിൽ പോയി അവനെ കണ്ട് ഇത് കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവനിപ്പം ഇവളെ കാണാൻ കഴിയില്ലായിരുന്നു. അത് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് അവരിപ്പോൾ കണ്ടതും അതുപോലെ അവന് ഓരോന്ന് ഓർത്തെടുക്കാൻ സാധിച്ചതും. അത് അവളുടെ മുടിയിൽ അവൾ കെട്ടുവാണ്. എങ്ങനെയുണ്ട്? ആ, വലിയ കുഴപ്പമില്ല. നീ കള്ളം പറയല്ലേ, നീ കള്ളനാ, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ചിരിക്കാം. മിൻസുഹ, നിനക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കോമറ്റ് നോക്കി ടാക്കി പറയുന്നു. ഹാഫ് ലൈറ്റ് കഴിയാറായി. ഈ ഹാഫ് ലൈറ്റ് നിൽക്കുന്ന അത്രയും സമയമേ ഇവർക്ക് പരസ്പരം കാണാനായിട്ട് പറ്റുള്ളൂ. പേടിക്കണ്ട, നിനക്ക് ഇനിയും ടൈമുണ്ട്. ഇനി നമ്മുടെ പേര് മറക്കാതിരിക്കാൻ നമ്മുടെ പേര് കയ്യിൽ എഴുതാമെന്ന് പറഞ്ഞ് അവനൊരു പെണ്ണെടുത്ത് അവളുടെ കയ്യിൽ എഴുതുന്നു. അതിനുശേഷം അവൾ അവൻ്റെ കയ്യിൽ എഴുതാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ആ പെണ്ണ് താഴേക്ക് വീഴുന്നു. അവളെ കാണാതെ ആവുന്നു. പെട്ടെന്ന് ഡിസപ്പിയർ ആയി പോവാണ്. മിൻസുഹ, നീ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും. എനിക്കറിയാം നിന്റെ പേര് മിൻസുഹ. ഞാനത് മറക്കില്ല. മിൻസുഹയുടെ പേര് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ ആ പെണ്ണെടുത്ത് കയ്യിൽ അവളുടെ പേരെഴുതാൻ വരുമ്പോഴേക്കും ടാക്കിക്ക് എഴുതാൻ കഴിയുന്നില്ല. അവൻ അത് മറന്നുപോയിരുന്നു. ആരാ നീ? ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനിത് എവിടെയാ? അതെ, ഞാൻ വന്ന് അവളെ രക്ഷിക്കാനാ, അവളെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനാ. പക്ഷെ ആരായിരുന്നു? അവളുടെ പേരെന്തായിരുന്നു? ഇതേ സമയം മിൻസുഹ ഓടിക്കൊണ്ടിരിക്കുന്നു. ടാക്കി, നിന്റെ പേര് ടാക്കി. ഞാൻ ഒരിക്കലും മറക്കില്ല, ടാക്കി. അവൻ്റെ പേര് വീണ്ടും പറഞ്ഞുകൊണ്ട് അവളും ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരുടെ പ്ലാൻ പോലെ തന്നെ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ ഹൈസ്കൂളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ അവളുടെ ഫ്രണ്ട് അനൗൺസ് ചെയ്യുന്നു. അവളുടെ അച്ഛൻ മേയർ അനൗൺസ്മെൻറ്റ് ഓഫ് ചെയ്യണം, അതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു. ഇതിനോടകം നമ്മുടെ മിൻസുഹ ടാക്കിയുടെ പേര് മറന്നു കഴിഞ്ഞിരുന്നു. അവൾ ഓടി വന്ന് ഒരു സ്ഥലത്ത് വീഴുന്നു. അവർ ഇനിയും മറന്നുപോയി കഴിഞ്ഞാൽ ഓർക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പേരെഴുതിയ കാര്യം അവൾ ഇപ്പോഴാണ് ഓർക്കുന്നത്.
കൈ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഐ ലവ് യു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൂടെ കണ്ടതും അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ആകെപ്പാടെ കരഞ്ഞു. അവൾ നേരെ അച്ഛനെ കാണാൻ ഓടിയെത്തി. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനുശേഷം ആളുകളെല്ലാം തന്നെ ഓടി സ്കൂളിലേക്ക് എത്തുന്നു. പിന്നീട് ആ കോമറ്റ് വന്ന് വീഴുന്നു. ആർക്കും ഒരു അപകടവും ഉണ്ടാവുന്നില്ല. പിന്നീട് നമ്മുടെ ടാക്കി എഴുന്നേൽക്കുന്നു. ഞാനിവിടെ എന്ത് ചെയ്യുന്നേ? ഞാൻ എന്തിനാ ഇവിടേക്ക് വന്നേ? അടുത്ത സീനിൽ കാണിക്കുന്നത് ഫ്യൂച്ചറിൽ നമ്മുടെ ടാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് വരുവാണ്. അപ്പോൾ അവനൊരു പെൺകുട്ടിയെ കാണുന്നു. അവളെ നോക്കാനായി അവൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൻ ഒക്കിടറയെ കാണുന്നു. അവൾ ചോദിക്കുകയാണ്, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് ഇട്ടോമോറിയിൽ പോയത്? ആ, ഒരു 5 വർഷം മുമ്പല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തൊക്കെയാണ് നടന്നത്, എന്തിനാ പോയത്, അതൊന്നും ഓർമ്മയില്ല. നീ പറഞ്ഞ പോലെ എനിക്കും അത്ര ഓർമ്മയൊന്നുമില്ല എന്ന് ഒക്കിടറയും പറയുന്നു. ഞാൻ പിന്നീട് ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രി മുഴുവനും ഞാൻ ഏതോ ഒരു മൗണ്ടെയിനിൽ സ്പെൻഡ് ചെയ്തു. ഞാൻ ഇപ്പോഴും എന്തിനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. ഒക്കിടറ ബായ് പറഞ്ഞു പോകുന്നു. ഇറങ്ങി നടക്കുമ്പോൾ അവൻ ഒരാളെ പാസ് ചെയ്ത് പോകുന്നു. അവൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ള പരിചയത്തിൽ അവൻ ഒന്നും കൂടെ തിരിഞ്ഞു നോക്കുന്നു. എൻ്റെ മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. പിന്നീട് ആ ഓപ്പോസിറ്റ് നടന്നു പോയ ആ ആളും തിരിഞ്ഞു നോക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു തോന്നൽ എന്ന രീതിയിൽ മൈൻഡ് ചെയ്യാതെ വീണ്ടും പോവാണ്. നമ്മുടെ ടാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് പോകുന്ന ഒരു ട്രെയിനിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. അത് നമ്മുടെ മിൻസുഹയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഓർമ്മയില്ലല്ലോ. അതുകൊണ്ട് രണ്ടുപേരും ഷോക്കായിട്ട് പരസ്പരം നോക്കി നിൽക്കുകയാണ്, മുമ്പ് എവിടെയോ പരിചയമുള്ളതുപോലെ. അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കുന്നു. കുറേ നോക്കി നടക്കുന്നു, പക്ഷെ കാണുന്നേയില്ല. അവസാനം അവൻ അവളെ കണ്ടു. എന്നിട്ടോ ഇത്രയും നോക്കി അല്ലെങ്കിൽ നടന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെയാണ് രണ്ടുപേരും പോകുന്നത്. ചിലപ്പോൾ മിണ്ടാനുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ കാരണമായിരിക്കും അല്ലേ. അവസാനം നമ്മുടെ ടാക്കി, എക്സ്ക്യൂസ് മീ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടോ? ആ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ. അവള് പോലും അറിയാതെ അവൾ കരയാൻ തുടങ്ങി. ഇതേ സമയം അവനും കരയുകയായിരുന്നു. എന്നിട്ട് രണ്ടുപേരും ഒരേ സമയം വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുന്നു. ഇതോടെ നമ്മുടെ യുവർ നെയിം മൂവി തീരുവാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിത് എത്രമാത്രം മനസ്സിലായെന്നൊന്നും എനിക്കറിയില്ല. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവിയാണ് യുവർ നെയിം. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മൂവി, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. സോ ബൈ ഗായ്സ്, നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.